ഇപ്പോൾ വന്നിരിക്കുന്നത് ദുബായിലുള്ള ഒരു നല്ല കഞ്ഞിക്കട. ഒരു നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റുള്ളൊരു ഒരു കടയാണ്. ഭയങ്കര അതിൻ്റെ കറികളും എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മീൻ ഫ്രൈയും ഒരു ചേഞ്ച് അല്ലേ, ചേഞ്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ് us see how it will affect after finishing this കഞ്ചി. നിങ്ങളൊന്ന് കണ്ടോളൂ. പോലും നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല നല്ല മുളകറി, പിന്നെ പപ്പടം, നല്ല ഫിഷ് ഫ്രൈ, എല്ലാ ഐറ്റം ഇതാവും കപ്പ. യെസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടേസ്റ്റി ഐറ്റം എന്ന് ഞാൻ പറയാനാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങയുടെ ഒരു സ്റ്റാൻഡ്, അതൊരു പ്രത്യേക ഐറ്റം അല്ലേ. കപ്പ ഇത് കഞ്ഞി വരും. നാട്ടിലെ പപ്പടം, നാട്ടിൽ പപ്പടം കിട്ടും, അപ്പളം കിട്ടും. അപ്പളം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഇത് പപ്പടം. കണ്ടുപിടിക്കാൻ പാടുന്നില്ലായിരുന്നു. കാരണം പലപ്പോഴായിട്ട് ഇതിനെപ്പറ്റി ആൾക്കാർ പറഞ്ഞറിയാതെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ഫുഡ് കഴിച്ചപ്പോൾ ഇതൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ നല്ല മാങ്ങാക്കറി, ഉണക്കമീൻ, ഫിഷ് ഫ്രൈ, നല്ല കഞ്ഞി, പയറിട്ടതും പയറിടാത്തതായിട്ടുള്ളതുണ്ട്, നല്ല മറ്റേ മുളക്, പപ്പടം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഭയങ്കര ടേസ്റ്റിയായിട്ട് തോന്നുന്നു. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ അല്ല, സെക്കൻഡ് ടൈമാണ് ഇവിടെ. അതിൻ്റെ ഓണർ പയ്യന്മാരായിരുന്നു ഇത്. എന്താ പേര്? ഷമീൽ അന്ന് വിളിക്കും. അപ്പോൾ ഷമീലുണ്ട്, സുമേറിനുണ്ട്, രണ്ടുപേരാണ് എൻ്റെ ഓണേഴ്സ്. അവരിപ്പോൾ വരും, അവരെ കാണിച്ചത്. അവരെത്ര വർഷമായത് തുടങ്ങിയെന്ന് എനിക്കറിയാം. അവരുടെ 3 വർഷമായി. ഓക്കെ, എന്തായാലും അവരതിലെടുത്തിരിക്കുന്ന എഫക്റ്റ് അത് ആ ഫുഡിൽ കാണാനാണ്. വളരെ മനോഹരം. നല്ല ഷെഫൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം. ഷെഫാണ്. ആ ഷെഫിനെ വിളിച്ച് ഒരു ഷെഫുണ്ട്. ഇദ്ദേഹമാണ് ഒരു ഓണർ അല്ലേ? പേര് ഷമീൽ. എവിടെ സ്വന്തം സ്ഥലം? പട്ടാമ്പി. അത് ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? 3 വർഷമായി. പക്ഷെ 3 വർഷത്തെക്കാട്ടിൽ ഒരു 30 വർഷത്തെ എഫക്റ്റ് ഉണ്ട് കുട്ടികൾ. കാരണം അത്രയും വരുന്ന ആൾക്കാർക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. പാലക്കാട് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് പാലക്കാടിന്. നല്ല ഇതിനകത്ത് ഈ ആഹാരം അവിടെ നിൽക്കും. ഇതിനകത്ത് ഈ ആഹാരം തരുന്ന ആളാണ്, മലയാളിയാണ്. എവിടെ സ്ഥലം? കോട്ടയം. അദ്ദേഹത്തിൻ്റെ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കാരണം നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഫുഡ് ഉണ്ടാക്കി തരിക. ഞാൻ ഈ കഞ്ഞി മാത്രമേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളൂ. വേറെ എന്തൊക്കെ ഫുഡുണ്ടെന്ന് തരിക? വേറെ എന്തൊക്കെയുണ്ട് ഐറ്റംസുകൾ? ദോശ. ഇത് രാത്രിയിൽ മാത്രമുള്ളൂ അതോ പകലുമുണ്ട്?
ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം പകൽ കൂടെ ഒന്ന് നോക്കാം. ഇവിടെ മസാല ദോശ അങ്ങനെയാണ്. മസാല ദോശ ഇല്ല, ദോശ, പൊറോട്ട, തട്ട് ദോശ ചെറിയ. അപ്പോൾ അതിനോട് കറികൾ എന്തൊക്കെയാണ്? ചമ്മന്തി, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി, അങ്ങനെ സൈഡ് ചമ്മന്തി. അപ്പോൾ എന്തായാലും ഇവിടെ കരാമയിൽ ഇങ്ങനെ ഒരു കഞ്ഞിക്കട കണ്ടുപിടിക്കാൻ എൻ്റെ സുഹൃത്താണ്, സൗബിനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ മറക്കണ്ട, ദുബായിലെത്തിയാൽ കരാമയിൽ വരിക, ഈ കഞ്ഞിക്കട വരിക, ആഹാരം